ഹായ്, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇതെന്താണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ കിട്ടും? സാധാരണ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രിലിമിനറി എക്സാമിനൊക്കെ ചിലപ്പോൾ ചോദിച്ചു കണ്ടിട്ടുള്ളത്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എ ക്രിക്കറ്റർ ഹാസ് കംപ്ലീറ്റഡ് 12 ഇന്നിങ്സ് ആൻഡ് ഹിസ് ആവറേജ് ഇസ് 36. അതായത് ആളൊരു 12 ഇന്നിങ്സ് ബാറ്റ് ചെയ്തു. അങ്ങനെ പൊതുവെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൾ 12 കളി കളിച്ചപ്പോൾ ആൾക്ക് അതിൽ നിന്ന് എത്ര ആവറേജ് കിട്ടി? 36 ആവറേജ് കിട്ടി. ഓരോ കളിയിൽ ഓരോരോ ഡിഫറെൻറ്റ് റണ്ണാണ്. പക്ഷെ 12 കളി കഴിഞ്ഞപ്പോൾ ആ 12 മാച്ചിൽ നിന്ന് ആൾക്ക് എത്ര കിട്ടി? 36 റൺസ് ആയിരുന്നു അയാളുടെ ആവറേജ്. ഇതിൽ നിന്ന് നമ്മുടെ ആവറേജ് പഠിക്കാൻ എളുപ്പത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? ഈ 12 ഇന്നിങ്സിലും ആളുടെ റൺസ് എത്ര വീതമായിരുന്നു? 36 വീതമായിരുന്നു. അതായത് ഓരോ കളിയിലും ആൾ എത്ര റൺസ് വീതം എടുത്ത് ഔട്ടായി? ഓരോ 36 റൺസ് വീതം എടുത്ത് ഔട്ടായി എന്ന് നമ്മൾ വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്ക് മനസ്സിലായ സംഭവം എന്താണെന്ന്? നമുക്ക് ആവറേജ് 36 ആണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഓരോ കളിയിലും 36 റൺസാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അയാൾ 12 ഇന്നിങ്സ് കളിച്ചപ്പോൾ അയാൾക്ക് എത്ര കിട്ടിയ ആവറേജ്? 36 ആയിരുന്നു ആവറേജ്. ഇനി എന്താണ് നമുക്ക് പ്രശ്നം നോക്കാം. ദി നമ്പർ ഓഫ് റൺസ് മസ്റ്റ് ഹി ടേക്ക് ഇൻ ഹിസ് നെക്സ്റ്റ് മാച്ച് സോ ആസ് ടു റൈസ് ഹിസ് ആവറേജ് ടു 38. ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 12 ഇന്നിങ്സിൽ അയാൾക്ക് 36 റൺസ് ആയിരുന്നു ആവറേജ്. എങ്കിൽ ആളുടെ 13th ഇന്നിങ്സ് ആൾ ബാറ്റ് ചെയ്യുമ്പോൾ ആൾ എത്ര റൺസ് എടുത്താൽ ആളുടെ ആവറേജ് ഒരു 38 ആയി മാറും? അതായത് 13 ഇന്നിങ്സിന് ശേഷം ആളുടെ ആവറേജ് ഒരു 2 നമ്പർ ഇൻക്രീസ് ചെയ്യണം. 36 നിന്ന് 38 ആവണമെങ്കിൽ ആൾ എത്ര റൺസ് ഈ 13th ഇന്നിങ്സിൽ ആൾ ബാറ്റ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് ചെയ്യാൻ നമുക്ക് ട്രഡീഷണൽ മെത്തേഡൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ ഒന്നും പറയാൻ പോകുന്നില്ല. കാരണം ഇത് ചെയ്യാൻ വളരെ ഒത്തിരി എളുപ്പ വഴികളുണ്ട്. സാധാരണ നിങ്ങൾക്ക് ആലോചിച്ചാൽ നിങ്ങളുടെ മൈൻഡിൽ നമ്മൾ നേരത്തെ ചെയ്ത ട്രഡീഷണൽ മെത്തേഡിന്റെ കാര്യങ്ങൾക്ക് അറിയത്തില്ലേ? ഇന്നിങ്സ് ടോട്ടൽ സമ്മാക്കുന്ന അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യാം. പക്ഷെ അതിൻ്റെ ഒന്നും പറയാൻ ഞാൻ പോയി സമയം കളയുന്നില്ല. കാരണം നമുക്ക് വീഡിയോ ഓൺലൈൻ അല്ലേ. അപ്പോൾ നമ്മളിത് എങ്ങനെ എളുപ്പത്തിൽ ചിന്തിക്കാം? നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ എളുപ്പ വഴി എന്തായിരുന്നു? എളുപ്പ വഴി നമുക്കറിയാം. ആവറേജ് 36 ആണെങ്കിൽ ആൾ ഓരോ ഇന്നിങ്സിലും 36 വെച്ച് അടിച്ചിട്ടുണ്ട്, എന്നുവെച്ചാൽ ഓരോ ബാറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 13th ഇന്നിങ്സിൽ ആളുടെ 13th ഇന്നിങ്സിൽ ആൾ എത്ര റൺസ് ബാറ്റ് ചെയ്താലാണ് ആളുടെ ആവറേജ് ഒരു 38 ആകുക എന്നല്ലേ വേണ്ടത്? ഇതിൽ നമ്മൾ മനസ്സിൽ വെച്ചേക്കേണ്ട കാര്യം, 13 ഇന്നിങ്സ് കഴിയുമ്പോൾ ആളുടെ ആവറേജ് 38 ആകണമെങ്കിൽ ആ 13 ഇന്നിങ്സ് കഴിയുമ്പോൾ ആ 13 മാച്ചിലും ആളുടെ റൺസ് എത്ര വീതമാകണം? 38 വീതമാകണം എല്ലാതും. എങ്കിലല്ലേ നമ്മൾ കൺസെപ്റ്റ് പ്രകാരം 38 ആവുള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ എഴുതി തരികയാണ്. ഇതുവരെ കൺസെപ്റ്റ് കിട്ടാത്തവർക്ക് വേണ്ടി. 13th ഇന്നിങ്സിന് ശേഷം അയാളുടെ ആവറേജ് 38 ആകണമെങ്കിൽ നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം ഓരോ ഇന്നിങ്സിൽ അയാൾക്ക് എത്ര റൺസ് വീതം വേണം? 38 റൺസ് വീതം വേണം. പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങൾക്ക് നേരത്തെ കൺസെപ്റ്റ് കിട്ടിയവർക്ക് വേഗം മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ആൾ എത്ര റൺസ് എടുക്കണം എന്നല്ലേ പറയുന്നത്? അപ്പോൾ ഉറപ്പായിട്ട് ആൾറെഡി ഒരു 12th ഇന്നിങ്സ് വരെ ആൾക്ക് എത്ര ഉണ്ടായിരുന്നു? 36 റൺസ് വരെ ഉണ്ടായിരുന്നു. ആൾറെഡി 36 റൺസ് വരെ ഈ പറയുന്ന 12th ഇന്നിങ്സിൽ വരെ ഉണ്ടായിരുന്നു. ആദ്യത്തെ 12 കളിയിൽ അയാൾ 36 വെച്ച് അടിച്ച് നിൽക്കുകയാണ്. പക്ഷേ 13th ഇന്നിങ്സിൽ വരുമ്പോൾ അത് 38 വരെ ആകണം എന്നല്ലേ പറയുന്നത്? എങ്കിൽ എക്സ്ട്രാ ഒരാൾ കൂടി ആഡ് ചെയ്യപ്പെടണം. പ്ലസ് ഇവർക്കെല്ലാം എത്രയോ റൺസ് വീതം കൂടണം. ഉറപ്പായിട്ട് നമ്മൾ ആലോചിക്കുന്നു, ഈ 36-നെല്ലാം നമുക്ക് 38 ആക്കുകയും വേണം. ഒരു 13th നമ്പർ 38 ആയിട്ട് വരികയും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. 13th നമ്പർ വന്നയാൾക്ക് നമ്മൾ ആദ്യമേ എന്ത് ചെയ്തു? ഒരു 38 റൺസ് ആയിട്ട് വെച്ചു. ശ്രദ്ധിക്കുക, ഇതല്ല അയാൾ അടിക്കേണ്ട റൺസ്. ആൾ 13th നമ്പറിന് എത്ര തന്നെ വേണം? 38 തന്നെ വേണം. ബാക്കിയുള്ള 12th നമ്പറിന് നമുക്ക് എത്ര വീതം ആഡ് ചെയ്യണം? 38 ആക്കാൻ വേണ്ടി ഒരു +2 വീതം ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് നേരത്തെ എത്ര ഉണ്ടായിരുന്നു ആവറേജ്? 36 അല്ലേ ആവറേജ് ഉണ്ടായിരുന്നത് എല്ലാവർക്കും. അപ്പം എല്ലാവർക്കും ഉള്ള 36ന്റെ കൂടെ ഓരോ ആൾക്കാർക്കും ഇനി എത്ര വീതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം? ഒരു +2 വീതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ അവരുടെ ആവറേജ് എന്തായി മാറും? 38 ആയി മാറും. അങ്ങനെ ആകുമ്പോൾ എല്ലാവരുടെയും നമ്പർ എത്രയായി? 38 ആയില്ലേ? ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവർക്കും ഇപ്പോൾ 38 ആയി. ഉറപ്പായിട്ട് ആവറേജ് എന്താവും? 38 ആവും. എങ്കിൽ ഈ 13th മാച്ചിന്റെ 38 ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ള 12th ആൾക്കാർക്കും എത്ര വീതം കൂടണം? ബാക്കിയുള്ള 12 പീപ്പിളിനും എത്ര വീതം കൂടണം? ഒരു 2 നമ്പർ വീതം കൂടണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും റൺസ് അയാൾ അടിച്ചാൽ, അയാളുടെ 13th ഇന്നിങ്സിൽ ഇത്രയും റൺസ് അടിച്ചാൽ അയാളുടെ ആവറേജ് എത്രയായിട്ട് കൂടും? ഒരു 2 നമ്പർ കൂടും. ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തരാം. അതായത് എന്തായിരുന്നു ഇവിടെ നടക്കേണ്ടത്? അവരുടെ 12th ഇന്നിങ്സ് കഴിയുമ്പോൾ അവർക്ക് എത്ര കിട്ടിയിരുന്നു? 36 റൺസ് ഉണ്ടായിരുന്നു. 12 ഇന്നിങ്സ് കഴിയുമ്പോൾ 36 റൺസ് ഉണ്ടായിരുന്നു. 13th ഇന്നിങ്സിൽ അയാൾ എത്ര റൺസ് അടിച്ചാൽ ആളുടെ ആവറേജ് 38 ആകും? അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 13th ഇന്നിങ്സിൽ അയാൾ 38 ആണ് ടോട്ടൽ ആവറേജ് വരേണ്ടത്. അപ്പോൾ 13th ഇന്നിങ്സിലെ റൺസ് ആവറേജ് ആക്കേണ്ട 38 നമ്മളവിടെ വെച്ചു. ബാക്കിയുള്ള റൺസ് ബാക്കിയുള്ളവർക്ക് വേണ്ടി ആഡ് ചെയ്യപ്പെടണം. 36-ന് 38 ആക്കണം.
എത്ര തൊട്ട് മുമ്പ് വരെയുള്ള കളിച്ച കളികളിൽ തൊട്ട് മുമ്പിട്ട് എത്ര വരെ കളിച്ചു? 12 ഇന്നിങ്സ് വരെ കളിച്ചു. ആ 12 ഇന്നിങ്സിൽ അയാൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ 2 റൺ വീതം ആഡ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓരോ കളിയിൽ 2 റൺ വീതം ആഡ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ അതെല്ലാം എന്താവുള്ളൂ? 36 എല്ലാം 38 ആയിട്ട് മൊത്തം നമ്പർ എന്താവുള്ളൂ? 38 ആവുള്ളൂ. നമ്മുടെ കൺസെപ്റ്റ് അങ്ങനെയാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള 12 ഇന്നിങ്സിലും ഒരു 2 നമ്പർ വീതം ആഡ് ചെയ്യുന്നു. 12 × 2 24 കിട്ടി. അപ്പൊ 38 + 24 ചെയ്താൽ അയാളുടെ 13th ഇന്നിങ്സിലെ റൺസായി. എത്ര കിട്ടും? 2 കിട്ടും. 4 + 2 6 കിട്ടും. അയാൾ എത്ര റൺസ് അടിക്കണം? ഒരു 62 റൺസ് അടിച്ചാൽ ഉറപ്പായിട്ടും അയാളുടെ ആവറേജ് എത്രയാകും? 38 ആകും. ഇത്ര ഈസിയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത്ര എളുപ്പമാണ്. പെട്ടെന്ന് ആൻസർ കിട്ടും. എന്തായിരുന്നു? ഒരു 12 ഇന്നിങ്സ് കളിച്ചപ്പോൾ അയാളുടെ ആവറേജ് എത്രയായിരുന്നു? 36 ആയിരുന്നു. 13th ഇന്നിങ്സിൽ അയാൾ ഒരു 62 റൺസാണ് അടിക്കുന്നതെങ്കിൽ 62 റൺസ് അടിച്ച് ഔട്ടായി പോയി എങ്കിൽ ഉറപ്പായിട്ട് അയാളുടെ ആവറേജ് ഇപ്പോൾ എത്രയും 36ൽ നിന്നും 38 ആയിട്ട് മാറും. അതെങ്ങനെ മാറും? ഈ 62 റൺസ് അടിച്ചപ്പോൾ ആ 62 റൺസിൽ നിന്നും ഒരു 38 റൺസ് മാറ്റി വെച്ചു. 38 റൺസ് മാറ്റി വെച്ചു. ബാക്കിയുള്ള 24 റൺസ് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുത്തു? ബാക്കി നേരത്തെ ഉണ്ടായിരുന്ന 36 ആവറേജില്ലേ, അവർക്ക് 2 വീതം ഓരോ മാച്ചിലും ആഡ് ചെയ്ത് കൊടുത്തു. 12 മാച്ചിന് 2 നമ്പർ വെച്ച് കൊടുത്തപ്പോൾ എത്രയായി? 24 ആയി. അപ്പൊ 36 എന്നുള്ള ആവറേജ് എന്തായി? 38 ആയി. 12 ഇന്നിങ്സിന്റെ പ്ലസ് 39ന്റെ ഒരു 38 നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെയും 38 പ്ലസ് ഇവിടുത്തെ 38. അപ്പൊ മൊത്തം ആവറേജ് എടുത്താലും വീണ്ടും എന്തേ ആവുള്ളൂ? 38 ആവുള്ളൂ. ആ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. അങ്ങനെ ആകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? അയാളുടെ ടോട്ടൽ 62 എന്ന് കിട്ടും. ഇതിപ്പോ ഇങ്ങനെയല്ല, വേറെ ഏത് രീതി ചോദിച്ചാലും ഈ ഒരു മെത്തേഡിൽ ഓർത്താൽ മതി, വേഗം നമുക്ക് ആൻസർ കിട്ടും. ഇതല്ലാണ്ട് ഇതിന് എളുപ്പത്തിൽ ഒരു ഇക്വേഷൻ മെത്തേഡിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു, ആ ഇക്വേഷൻ വെച്ചും ചെയ്യാം. പക്ഷെ ഇക്വേഷനൊക്കെ ഓർത്തിരിക്കുന്നതിനേക്കാൾ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യുന്നതാണ്. കാരണം ഇക്വേഷന്റെ പുറകെ പോകുന്ന അത്രയും പോലെ സമയം വേണ്ട. ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ വേഗം ചെയ്യാം. അതായത് 12 ഇന്നിങ്സിൽ 36 റൺസ് ഉണ്ടായിരുന്നു. 13 ഇന്നിങ്സിൽ എത്ര റൺസ് അടിച്ചാൽ ആവറേജ് 38 ആകും. അപ്പോൾ 13th ഇന്നിങ്സിൽ ഒരു 38 റൺസ് അടിക്കണം എന്തായാലും ഉറപ്പായിട്ടും. പ്ലസ് ഇനി ഒരു 2 റൺസ് വീതം അധികമാക്കണം. 2 റൺസ് വീതം എത്ര കളിയിൽ അധികമാക്കണം? 12 കളിയിൽ അധികം വെച്ചാൽ അതെല്ലാം എന്താവും? 38 ആവും. ആ 38 പ്ലസ് 13 ഇന്നിങ്സിലെ 38, ഇതായിരിക്കും അയാളുടെ റൺസ്. ഇത്രയും ഓർക്കാനുള്ള സമയം മതി, നമുക്ക് ആൻസർ കിട്ടി. പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെയൊന്നും ഓർക്കാൻ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആവറേജിന്റെ ഒരു ബേസിക് ഒരു ഇക്വേഷൻ ഓർമ്മയുണ്ടോ? അതായത് ന്യൂ വാല്യൂ ഈസ് ഈക്വൽ ടു ഓൾഡ് ആവറേജ്, അങ്ങനെ പറഞ്ഞൊരു ഇക്വേഷൻ. അത് ചെയ്താലും മതി. അതായത് ന്യൂ വാല്യൂ ഈസ് ഈക്വൽ ടു ഓൾഡ് ആവറേജ് പ്ലസ് ഓർ മൈനസ് ചേഞ്ച് ഇൻ ആവറേജ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ നമ്പർ ഇൻറ്റു പ്രസന്റ് നമ്പർ. ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഈ ഒരു ഇക്വേഷൻ മിക്കവാറുള്ള എല്ലാ ആവറേജ് ക്വസ്റ്റിനും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു മെത്തേഡ് വെച്ചും ചെയ്യാം. നമുക്ക് ന്യൂ വാല്യൂ അല്ലേ വേണ്ടത്? പുതിയ റൺസ് അതല്ലേ വേണ്ടത്? ന്യൂ വാല്യൂ, ന്യൂ റൺസ് ആണ് നമുക്ക് വേണ്ടത്. എങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓൾഡ് ആവറേജ്. നമ്മുടെ ഓൾഡ് ആവറേജ് എത്രയായിരുന്നു? 36. ഓൾഡ് ആവറേജ് പ്ലസ് ഓർ മൈനസ്. ഞാൻ നോക്കിയേ, ഒരു പുതിയ ആൾ വരുമ്പോൾ ആവറേജ് കൂടുകയാണ് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഒരാൾ വരുമ്പോൾ ആവറേജ് കൂടുകയാണെങ്കിൽ പോസിറ്റീവ്, ഒരാൾ വരുമ്പോൾ കുറയുകയാണെങ്കിൽ നെഗറ്റീവ്, ഒരാൾ പോകുമ്പോൾ കുറയുകയാണെങ്കിൽ പോസിറ്റീവ്, ഒരാൾ പോകുമ്പോൾ കൂടുകയാണെങ്കിൽ നെഗറ്റീവ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ഇപ്പോൾ ഒരാൾ വരുമ്പോൾ കൂടുകയാണ് ചെയ്യുന്നത്, അപ്പൊ പോസിറ്റീവ് ആണ്. ചേഞ്ച് ഇൻ ആവറേജ്, എത്ര ആവറേജ് ചേഞ്ച് ചെയ്തു? 36ൽ നിന്ന് 38 ആയി, ഒരു 2 നമ്പർ കൂടി ആവറേജ്. ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ നമ്പർ, എത്ര നമ്പർ എത്ര ഇൻക്രീസ് ചെയ്തു? 12ൽ നിന്നും 13 ആയി, ഒരു നമ്പർ ഇൻക്രീസ് ആയുള്ളൂ. ഇൻറ്റു പ്രസന്റ് നമ്പർ. പ്രസന്റ് നമ്പർ എന്ന് ചോദിച്ചാൽ എത്രയാ? നേരത്തെ 12 ഇന്നിങ്സ് ആയിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ? 12 + 1 13 ആണ് ഇപ്പോഴത്തെ പ്രസന്റ് വാല്യൂ 13 ആണ്. എങ്കിൽ എത്ര കിട്ടും നോക്കി? 36 + 13 × 2 26. എത്ര കിട്ടി? 6 + 6 2 കിട്ടി. 3 + 3 6 കിട്ടി. 62. ഇത് തന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയ 62. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 62ലേക്ക് എത്തിക്കാം. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ വെച്ച ആ ഒരു കൺസെപ്റ്റ് മെത്തേഡ് വെച്ചിട്ടും നമുക്ക് 60ലേക്ക് എത്താം. പക്ഷെ ഇതിൽ ഏത് മെത്തേഡ് ആയാലും നമുക്ക് വേഗം ആൻസർ കിട്ടും. ഇതാകുമ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കണമെന്നേ ഉള്ളൂ. മറ്റേ നമ്മൾ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാലും മതി. ഇതിൽ ഏത് മെത്തേഡ് ചെയ്താലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. അതുകൊണ്ട് ഇതുപോലത്തെ ഈ ക്വസ്റ്റ്യനൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. നിങ്ങളത് കാണുമ്പോൾ അയ്യോ എങ്ങനെയാണ് എന്താണെന്നൊരു കൺഫ്യൂഷൻ വരരുത്. ഇതുപോലെ എങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചാലും ഈ ഒരു മെത്തേഡുകൾ ഓർത്ത് വെച്ചേക്കുക. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് കാണാതെ പഠിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. നമുക്ക് ഐഡിയ ഒന്നുമില്ല, ജസ്റ്റ് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ക്വസ്റ്റ്യൻ തിരിച്ചോ മറിച്ചോ വന്നാൽ ചിലപ്പോൾ നമുക്കവിടെ കൺഫ്യൂഷൻ വരാം. പക്ഷേ കൺസെപ്റ്റാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഇത് എങ്ങനെയൊക്കെ ചോദിച്ചാലും നിങ്ങൾ ആ കൺസെപ്റ്റ് വെച്ച് ആൻസർ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺസെപ്റ്റ് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ഇത്രയും പോലും സമയമെടുക്കത്തില്ല കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ. പക്ഷെ മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ചിലർക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. പക്ഷെ ആ രീതിയിൽ നിങ്ങൾ എത്തണം, നന്നായിട്ട് ട്രൈ ചെയ്യണം, കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. നമ്പേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് കുറെ റാൻഡമായിട്ട് നമ്പറൊക്കെ ഇട്ടിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക.
അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞങ്ങൾ എപ്പോഴും പറഞ്ഞു തരും. അതിലൊന്നും കുഴപ്പമില്ല. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. ശരി.